മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഫിറ്റ്നസും യുവത്വവും കാത്തു സൂക്ഷിക്കുന്നതിലും പുത്തൻ ഔട്ട്ഫിറ്റുകൾ ട്രൈ ചെയ്യുന്ന കാര്യത്തിലും മുന്നിലാണ് നടി മഞ്ജു വാര്യർ. എന്നാൽ കഴിഞ്ഞ ദിവസം താരം അംബാസിഡറായ മൈജിയുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കോഫി ബ്രൗൺ നിറത്തിലുള്ള സ്കേർട്ടും ടോപ്പുമായിരുന്നു വേഷം. ഫംഗ്ഷന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നടിയെ അധിക്ഷേപിച്ച് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾക്കെതിരെ ഫേസ്ബുക്ക് യൂസേഴ്സിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോൾ അവർ എങ്ങനെ കാണപ്പെടണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ നിയന്ത്രണ മനോഭാവം കമൻറ്റ് ബോക്സിൽ കണ്ടുവെന്ന് കുറിപ്പിൽ പറയുന്നു. കുറിപ്പ് ഇങ്ങനെയാണ്: എന്തു കോലം കെട്ടിയിട്ടും കാര്യമില്ല. പ്രായം തന്നെയാണ്. അത് ശരിക്ക് അറിയുന്നുണ്ട്. പ്രായം 50 കഴിഞ്ഞല്ലോ. ഇനിയും ഈ കോമാളി വേഷം ചേരില്ല. പാവാടക്കാരി, കിളവി തുടങ്ങി എന്തൊക്കെ മോശം കമൻസാണ് മഞ്ജുവിന് നേരെ വരുന്നത്. മൈജിയുടെ പരിപാടിക്കെത്തിയ മഞ്ജുവിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നോർക്കണം. സ്ത്രീകൾ അവരുടെ പ്രായത്തിനനുസരിച്ച് സമൂഹം കൽപ്പിച്ചതുപോലെ മാത്രം ജീവിക്കണം എന്ന ധാരണ വെച്ചു പുലർത്തുന്ന ഒരു വൃത്തികെട്ട സമൂഹം ഇപ്പോഴും ഇവിടെയുണ്ടെന്നതാണ് ഇത്തരം കമൻസ് പിന്നെയും വെളിവാക്കുന്നത്. ലജ്ജ തോന്നുന്നു. സത്യത്തിൽ പ്രശ്നം വസ്ത്രത്തിനല്ല. സ്ത്രീകൾക്ക് പ്രായം കൂടുമ്പോൾ അവർ എങ്ങനെ കാണപ്പെടണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ നിയന്ത്രണ മനോഭാവത്തിലാണ്. 70 കഴിഞ്ഞ മമ്മൂക്കയാണ് ഇമാതിരി കിടിലൻ ഔട്ട്ഫിറ്റ് ധരിക്കുന്നതെങ്കിൽ ഈ വിധ വൃത്തികേട് വല്ലതും മമ്മൂക്കയ്ക്ക് കേൾക്കേണ്ടി വരുമായിരുന്നു. മാത്രമല്ല, അതിനെയൊക്കെ നോക്കി യുവത്വം കാത്തുസൂക്ഷിക്കുന്നു, കിടിലൻ ലുക്ക് എന്നൊക്കെയാകും പലരും വിശേഷിപ്പിക്കുക. പക്ഷേ സ്ത്രീകൾക്ക് മാത്രം അവർക്കിഷ്ടപ്പെട്ട ഒന്നും ധരിച്ചുകൂടെന്ന മനോഭാവവും. ഒരു ഫാഷൻ ഓറിയന്റഡ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആളുകൾ പുതിയ സ്റ്റൈലുകളും ഔട്ട്ഫിറ്റുകളും പരീക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. അതിനെ കിളവി, പാവാടക്കാരി എന്നൊക്കെയാക്കി അധിക്ഷേപിക്കുന്നത് വിമർശനമല്ല, വ്യക്തിപരമായ അപമാനമാണ്. ആത്മവിശ്വാസത്തോടെ ജീവിക്കുകയും തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതുപോലെ മനസ്സിലാക്കാൻ പറ്റാതെ വായിൽ തോന്നിയ വൃത്തിയോടൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഇവന്മാരെയൊക്കെ ഓർത്തിട്ട് ശരിക്കും ലജ്ജ തോന്നുന്നു. ഇവന്മാരെ പെറ്റിട്ട അമ്മമാർ പോലും ഇത് കണ്ടാൽ ലജ്ജിച്ചു പോകും. കഷ്ടം.